വന്ദേ ഭാരതിലേക്കും പഴയ ഭക്ഷണം വന്നു. ഭക്ഷണം പാചകം ചെയ്ത കാറ്ററിംഗ് യൂണിറ്റ് കൊച്ചി നഗരസഭയുടെ ആരോഗ്യവിഭാഗം പൂട്ടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. പഴയ ഭക്ഷണവും അനാരോഗ്യകരമായ അന്തരീക്ഷത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണവും പിടിച്ചെടുത്തു. കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന വൃന്ദാവൻ എന്ന സ്ഥാപനമാണ് ഇപ്പോൾ പൂട്ടിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരും. ശരിക്കും വന്ദേ ഭാരത് വളരെ നമ്മുടെ അഭിമാനമുള്ള ട്രെയിനാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ട്രെയിനാണ്. അവിടെ യഥാർത്ഥത്തിൽ ആദ്യ സമയത്ത് കൊടുക്കുന്ന ഭക്ഷണം നമുക്ക് കൊതിയോടെ മാത്രമേ കഴിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ പോയി തുടങ്ങി. വണ്ടി ഓടി തുടങ്ങുമ്പോൾ കുറച്ച് പഴകുന്നത് പോലെ ഭക്ഷണവും പഴകി തുടങ്ങി എന്നാണോ എന്നറിയില്ല. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. എന്തായാലും കടവന്ത്രയിലെ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ ഇപ്പോഴും കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമുക്ക് പഴകിയ ഭക്ഷണം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ അത് പിടിച്ചെടുത്ത് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. മുട്ടയുണ്ട്, അതോടൊപ്പം തന്നെ ചിക്കൻ, ഈ പാക്കറ്റിലൊക്കെ ചിക്കൻ്റെ എല്ലാം തന്നെ കാലാവധി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാം തന്നെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ മസാലക്കറികളെല്ലാം തന്നെ ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടി അല്ലെങ്കിൽ വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് പാകം ചെയ്ത് പിന്നീട് അത് അവിടെ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ സ്ഥാപനത്തിന് വലിയ പരാതി നാട്ടുകാരടക്കം നൽകിയിരുന്നു. കാരണം ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കഴിയുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ ഭക്ഷണത്തിന്റെ മാലിന്യമെല്ലാം തന്നെ അത് തൊട്ടടുത്തുള്ള തോട്ടുകളിലേക്ക് ഒഴുക്കുന്നെന്ന പരാതി നാട്ടുകാരടക്കം ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിയുടെ പരിശോധന നടത്തിയിരിക്കുന്നത്. ആ പരിശോധനയിലാണ് ഇപ്പോൾ പഴകിയ ഭക്ഷണം അടക്കം പിടികൂടിയിരിക്കുന്നത്. ഈ ആരോഗ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പോൾ 24 ചേരുകയാണ്. നമ്മൾ ഈ പഴകിയ ഭക്ഷണമാണെന്ന് പരിശോധന തെളിഞ്ഞതല്ലേ? അതെ, പഴകിയ ഭക്ഷണമാണ്. നമ്മൾ ഇതുപോലെ എല്ലാം വേവിച്ചത് ഇവിടെ വെറുതെ ഇതിന്റെ ഉള്ളിൽ തന്നെ വെറുതെ യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിടിച്ചെടുത്തത്. പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്, നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഉണ്ടാകുന്ന മലിനജലം മുഴുവൻ തൊട്ടടുത്ത തോട്ടിലേക്കാണ് ഒഴുക്കണേ. അത് സംബന്ധിച്ച് ഇവരെ ഫൈനടക്കം അടപ്പിച്ചിട്ട് ഇവര് യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്നലെ ഇവിടെ ഭയങ്കരമായിട്ട് ഇവരുടെ വർക്കേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയും വളരെ മോശമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ നാട്ടുകാർ കൂടുകയും രാത്രിയിൽ വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയ ഭക്ഷണ സാധനങ്ങളാണ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. വന്ദേ ഭാരത് ട്രെയിനിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഈ ഭക്ഷണത്തിന്റെ മുകളിൽ വയ്ക്കുന്ന ലേബലെല്ലാം അതാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോഴും വന്ദേ ഭാരത് ട്രെയിനിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പിടിച്ച ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. ഏതായാലും ആ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. മാത്രമല്ല പഴകിയ ഭക്ഷണമാണ് ഇവിടെ വെച്ച് അവർ പാകം ചെയ്ത് പിന്നീട് അത് ട്രെയിനുകളിലേക്ക് എന്തായാലും കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ ആരോഗ്യവകുപ്പിന്റെ പരിശോധന നടത്തിയിരുന്നു. ഈ ഫ്രീസറിലടക്കം പഴകിയ രീതിയിലാണ് ഈ ചിക്കനെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം സ്കാൻ വളരെ പഴക്കം ചെന്ന ചിക്കന്റെ പാക്കറ്റുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഈ ട്രെയിനുകളിലെല്ലാം തന്നെ കഴിക്കുന്ന ഭക്ഷണം അത് ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. മാത്രമല്ല അത് പഴകിയ ഭക്ഷണം തന്നെയാണ് നമ്മളെല്ലാം തന്നെ കഴിക്കുന്നതെന്നൊരു ജാഗ്രത എന്തായാലും ഈ ഒരു കാര്യത്തിൽ വേണ്ടതുണ്ട്. ഇവിടെ നാട്ടുകാരടക്കം നിരന്തരം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആരോഗ്യവകുപ്പ് എത്തി പരിശോധന നടത്തി. മാത്രമല്ല ഇപ്പോൾ ഈ സ്ഥാപനം പൂട്ടാൻ എന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് ഈ ഭക്ഷണത്തിന്റെ മാലിന്യമെല്ലാം തന്നെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരടക്കം പറയുന്നത്. ആ നിലയിലാണ് ഇവിടുത്തെ ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ കോർപ്പറേഷൻ പല തവണ താക്കീത് നൽകിയിരുന്നു. പക്ഷെ അതെല്ലാം അവഗണിച്ചാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചത്. ഒരു സുരക്ഷാ മാനദണ്ഡമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളൊരു സുരക്ഷാ മാനദണ്ഡമൊന്നും പാലിക്കാതെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ തോട്ടിലേക്ക് ഈ മാലിന്യമെല്ലാം തന്നെ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നാട്ടുകാർക്കടക്കം ഇവിടെ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദുർഗന്ധം നിറഞ്ഞ സാഹചര്യമാണ് തൊട്ടടുത്ത വീടുകളിലെല്ലാം തന്നെ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇവിടെ മിന്നൽ പരിശോധന നടത്തി ഈ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിശോധന ഇപ്പോൾ ഇവിടെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കരാറുകാരനെ ഇപ്പോൾ എന്തായാലും ആരോഗ്യവകുപ്പ് വിളിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്കെയിൻ